പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ദൈവവചന ചിന്തനത്തിനായിട്ട് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 7 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് ഇന്നത്തെ അല്പസമയത്തെ ദൈവവചന ചിന്തനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 7-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. But whatever was to my profit, I now consider loss for the sake of Christ. മതി. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ പരിചിതമായ പൗലോസിൻ്റെ ഒരു വാക്കാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പിയ ലേഖനം. ഞാൻ ഒത്തിരി വായിക്കാനും പ്രസംഗിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു ലേഖനം കൂടിയാണ് ഫിലിപ്പിയ ലേഖനം. ഈ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പ്രത്യേകത പൗലോസ് ഒരു കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതുന്ന ലേഖനമാണ്. എന്നാൽ ഈ ലേഖനത്തിൽ എവിടെയും അല്ലെങ്കിൽ ഒരിടത്തും തൻ്റെ ആ പരിമിതമായ സാഹചര്യത്തെക്കുറിച്ചോ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചോ ക്ലേശത്തെക്കുറിച്ചോ പീഡകളെക്കുറിച്ചോ ഒന്നും പറയുന്നത് ഈ വാക്കുകൾ കാണുന്നില്ല. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ സന്തോഷിക്കാനും ആനന്ദിക്കാനും എപ്പോഴും സന്തോഷിപ്പാനും ഒക്കെയുള്ള ആഹ്വാനമാണ് ഈ ലേഖനത്തിലൂടെ പൗലോസ് നൽകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തൻ്റെ ജീവിതത്തിലെ പരിസ്ഥിതികളോ തൻ്റെ സാഹചര്യങ്ങൾ ഒരിക്കൽ പോലും താൻ അതിനെ കണ്ടിട്ട് വിലപിക്കുന്ന ഒരു അനുഭവമല്ല. അതിൻ്റെ നടുവിൽ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന ഒരു പൗലോസിനെയാണ് കാണുന്നത്. ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളോട് സംസാരിപ്പാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചത്, നാം എല്ലാം ഈ ലോകത്തിൽ ക്രിസ്ത്യ ജീവിതം നയിക്കാനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചവരാണ്. നമുക്ക് ഒരു മതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, മറിച്ച് ഇറ്റ്സ് എ ലൈഫ്, ഇതൊരു ജീവിതമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുന്നിലൊരു ചോദ്യം ഇതാണ്: എങ്ങനെ എനിക്കൊരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് കഴിയും? Or in other sense, we can say how I could develop a normal Christian life. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും ഒരു സാധാരണമായ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒന്നും ഒരു സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഗോഡ്സ് ഡിസയർ ഈസ് ടു ഡെവലപ്പ് എ നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. പൗലോസിൻ്റെ ജീവിതം, ഹി ഈസ് മേക്കിംഗ് എൻ ഒബ്ജക്റ്റ് ലെസൺ ഫ്രം ഹിസ് ലൈഫ് ഇറ്റ് സെൽഫ്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് താൻ ഈ കാര്യങ്ങൾ പറയുന്നത്. സോ അറ്റ് റെയർ ഒക്കേഷൻസ് ഓൺലി പോൾ കണക്ട്സ് ദി തോട്ട്സ് വിത്ത് ഹിസ് ഓൺ പേഴ്സണൽ ലൈഫ്. പല അപൂർവ ഇടങ്ങളിൽ മാത്രമാണ് പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർത്ത് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ തൻ്റെ ആ കാരാഗൃഹത്തിൻ്റെ ഒക്കെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴും താൻ പറയുകയാണ് ഹൗ കണ്ടന്റ് ഹി ഈസ് വിത്ത് ഹിസ് ലൈഫ് കണ്ടന്റ് വിത്ത് ഹിസ് ക്രിസ്ത്യൻ ലൈഫ്. 7th വേർഡ്സ് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിച്ചത്: എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണി. ഈ വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഡെവലപ്പ് my thought with a theme called how to develop a normal Christian life. 3 things I would be going to include in that. First one, to lead a normal Christian life, you must calculate your losses. നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ ജീവിതം ഒരു നഷ്ടമെന്നല്ല, എന്നാൽ ഈ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ വേണ്ടി ചില നഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും, ചിലത് ഒഴിവാക്കേണ്ടി വരും, നമുക്ക് ചില നഷ്ടം ഉണ്ടാകേണ്ടി വരും. സോ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ലൈഫ് ഓഫ് മെറി മേക്കിംഗ്, എൻജോയ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഓൾ. എന്നാൽ ഇന്ന് പലരും ക്രിസ്ത്യ ജീവിതത്തെ ആ നിലയിൽ കാണുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ക്രിസ്ത്യ ജീവിതം it is a life. Definitely it is filled with joy and happiness and pleasure, but at the same time there are various things that we need to lose, we need to avoid, and we need to keep away, and we need to really count it as my loss for the sake of Christ.
ക്രിസ്തു നിമിത്തം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. സോ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ വാണ്ട് ടു കൺവേ ഈസ്, for leading or developing a normal Christian life, you must calculate your losses. In calculating, it involves the personal assessment. Praise the Lord. പൗലോസ് ഇവിടെ തൻ്റെ വ്യക്തിപരമായ അസസ്മെന്റ് നടത്തുകയാണ്. he thinks about what he had. താൻ എന്തുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യം തനിക്കുണ്ട്. So he says, I count. But whatever things were gained to me, those things I have counted. ഞാൻ അതിനെ എണ്ണിയിരിക്കുകയാണ്. സോ പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് തൻ്റെ പേഴ്സണൽ അസസ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ he connects with what he said as some of his personal assessments or personal assets. For example, അവിടെ കാണിക്കുന്ന ഏകദേശം 8 കൂട്ടം കാര്യങ്ങളാണെന്ന് തോന്നുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. From the 5th verse itself, when we read from the 5th verse, can you just go to the 5th verse? Circumcised on the 8th day. Yes. അവിടെ പല category of assets for a Jew and for a Paul has been mentioned there. അവിടെ ഒരു യഹൂദൻ എന്ന നിലയിൽ ഒരു ആ രാജ്യത്തിലെ ഏറ്റവും പരമോന്നതമായ ഒരു പദവി ഉള്ള വ്യക്തി എന്ന നിലയിൽ he describes that he was a person who was been circumcised on the 8th day. ഞാൻ മുമ്പ് ഒരിക്കലും ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ 8ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ക്രെഡിറ്റ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരുടെ ഇടയിൽ ഈ പരിച്ഛേദനയുടെ സംഗതി, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഓർത്തഡോക്സി ആൻഡ് ദി സിവിയറിറ്റി ഓർ ദി സീരിയസ്നെസ് they give for their religious thoughts and religious activity. ഈ വളരെ തീവ്ര വിശ്വാസമുള്ളവർ പാലിക്കുന്നൊരു കാര്യം, ഈ മോശയുടെ ന്യായപ്രമാണം അനുശാസിക്കുന്നത് പോലെ തന്നെ 8ാം നാളിൽ തന്നെ പോയി പരിച്ഛേദന ഏൽക്കും. മോശ പറഞ്ഞിട്ടുള്ള കമാൻഡ്മെന്റ്സ്, the commandments given through Moses, it has clearly mentioned that a newborn boy in your tribe, in your community, in your land has undergo the circumcision exactly on the 8th day of the birth. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് some parents would delay it, some parents would make some excuses, and even some parents would not go for it also. It for various reasons. 8ാം നാളിൽ പരിച്ഛേദന ഏൽക്കാൻ ചിലർ വിമുഖത കാണിക്കുന്നത്, ഇറ്റ്സ് എ ലിറ്റിൽ ബേബി ഓൺ ദി 8th day. How could such a painful thing can be done on a baby? Or other sense, some people are those who are mixed after their exile, അവരുടെ പ്രവാസമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ they would be have totally changed. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ they come across with a mixed family situation. That means maybe the mother may be from a other religion or other non-Israelite or non-Jew, and the father would be a Jew. ബിക്കോസ് ഈ പ്രവാസം എന്ന് പറയുന്നത് ദീർഘനാളുകളുള്ള ഒരു കാലഘട്ടമാണ്. സോ ആ കാലഘട്ടത്തിൽ ഡെഫിനറ്റ്ലി ദർ വുഡ് ബി ടൈം വെൻ പീപ്പിൾ വിൽ ഗോ ആൻഡ് മാരി ഇന്റർ കാസ്റ്റ് ഓർ ഇന്റർ നേഷൻ ഓർ ദേ മേ ഗോ ആൻഡ് മാരി വിത്ത് അതർ പീപ്പിൾ. അത് സംഭവിച്ചിട്ടുണ്ട്. ശമരിയക്കാർ അങ്ങനെയുള്ളവരാണല്ലോ. അപ്പോൾ sometime the Jewish traditions and the rituals may be distorted, ignored, and it may be avoided. എന്നാൽ പൗലോസ് ഒരു നല്ല ഓർത്തഡോക്സ് ജൂ ഫാമിലിയിൽ ജനിച്ച വ്യക്തിയായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് the very baby Paul was circumcised on the 8th day. 8ാം നാളിൽ തന്നെ പരിച്ഛേദന ഏറ്റു എന്ന് പറഞ്ഞാൽ he was born in a very pious and orthodox Jew community or Jew family.
So he could claim that I have been born in a very pure Jewish family. ഒരു നല്ല തികഞ്ഞ യഹൂദ കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ ഒരു നല്ല തികഞ്ഞ യഹൂദൻ്റെ എല്ലാ ക്രെഡിബിലിറ്റിയും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഐ വാസ് ബീൻ സർക്കംസൈസ്ഡ് ഓൺ ദി 8th day itself. മഞ്ഞോ മഴയോ വെയിലോ ഒന്നും വകവെക്കാതെ 8ാം നാളിൽ, ഇന്ന് മഴയാണെങ്കിൽ എന്നാൽ നാളെ ആകട്ടെ എന്ന് ഈ കുടുംബം വിചാരിച്ചില്ല. ഓൺ ദി 8th day itself he was being circumcised. രണ്ടാമത്തത് പറയുന്ന പൗലോസിന്റെ വലിയൊരു ക്രെഡിറ്റ് ആണ്. ഇസ്രായേൽ ജാതിക്കാരൻ, isn't it? The second word, of the nation of Israel. He was being from Israel. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ അന്നും ഇന്നും എല്ലാം എന്താണ്? ഒരു വികാരമാണ്. ബീങ് ആൻ ഇസ്രായേലൈറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ഇമോഷൻ. നമുക്കറിയാം ഇസ്രായേലിൻ്റെ ഇന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോ പരിശോധിച്ച് നോക്കിയാൽ, so after a long years of exile and refuge situation, they got a new land as their own country. But they were willing to unite themselves as an Israel. ഞാൻ ഡോക്യുമെൻ്ററികൾ, പ്രത്യേകിച്ച് ഈ കൊച്ചി, കേരളത്തിൽ കൊച്ചി മട്ടാഞ്ചേരിയിൽ there was a Jewish colony. I have been reading and looking into that, some things on that particular region. അവിടെ ഏകദേശം 2000 വർഷത്തിലധികമായി, മോർ ദാൻ ദാറ്റ്, ആ വർഷത്തിലധികമായി there was a settlement of Jewish people in കൊച്ചി. കൊച്ചിയിൽ യഹൂദന്മാരുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇറ്റ് ബിക്കേംസ് decades and decades, centuries back, there were people who lived in Kochi who were Jews. ഇന്നും അവിടെ യഹൂദ തെരുവ് തന്നെയാണ്. Jewish colony is there. You can go and see. അവിടെ ഇന്ന് എനിക്ക് തോന്നുന്നത് there is only 1 or 2 person remaining there to just take care some of the properties they have there. അവരുടെ സിനഗോഗ്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും എടുക്കാനും മാത്രം 2-3 പേരെ അവിടെ ഉള്ളൂ. The thing I was amazed, വർഷങ്ങളോളം താമസിച്ച് they were like literally lived among the Malayali groups, and they went to Malayalam schools, they went to mingled with all the natives of that land, and they lived similarly like a native Keralite. But inside their heart they were still believing that I was an Jew, I am a Jew, and I need to restore myself. When I get a chance to restore myself to a God-given country or God-given nation, wherever, when God give us a land, I will definitely go. ഇത് ചെറുപ്രായം മുതൽ തന്നെ ഇതവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കുക. UAE ജനിച്ചു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അവരോട് നാട്ടിൽ പോയി ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നാട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ അവർ കാണിക്കുന്ന വിഷമം എത്രമാത്രമാണ്. They are not ready to leave this country because they will be born and brought up in this particular country, and they are very hesitant to move into their motherland called Kerala. കേരളത്തിലോട്ട് പോകാനായിട്ട് നമ്മുടെ പിള്ളേർക്ക് പേടിയ, because they don't feel good being in their own country. എന്നാൽ യഹൂദന്മാരങ്ങനെയല്ല. they believe and they want to be restored in their own land itself, wherever it may be. ഇവിടെ നല്ല സുഖത്തിൽ കേരളത്തിൽ ജീവിച്ച യഹൂദന്മാർ almost 500 or 400 families, when they got their land in 1948, എല്ലാവരും അങ്ങ് പോയി. അവിടെ അവർക്കൊരു വീടില്ല, നാടില്ല, അവർക്കൊരു സ്ഥലമില്ല, ഒന്നുമില്ല. ബട്ട് they got that passion inside them was, I am a Jew and I am an Israelite. So if God has given us a land, I will leave India, I will leave my people, neighbors who have been there in Kerala. I don't bother about it. I would go and restore myself. അതാണ് ഇസ്രായേലിൻ എന്ന് പറയുന്നതിൻ്റെ വികാരം. So Paul is trying to say, in my heart I am a Israelite. Praise the Lord. And again he says, I am a tribe of the tribe of Benjamin. യഹൂദന്മാരുടെ ഇടയിൽ ഈ പല ഗോത്രങ്ങളുണ്ടെങ്കിലും ഈ ട്രൈബ് ഓഫ് ബെഞ്ചമിൻ ഒരു ഇച്ചിരി ഉയർന്ന ഒരു തലയെടുപ്പുള്ള ഒരു ഗോത്രമാണ്. യഹൂദ ഗോത്രത്തിന്
യേശുവിൻ്റെ ബിക്കോസ് ഓഫ് വി കൺസിഡർഡ് ദ ട്രൈബ് ഓഫ് ജൂഡ ആസ് സംതിങ് സിഗ്നിഫിക്കൻ്റ് ആൻഡ് ബിക്കോസ് ഓഫ് ഡേവിഡ് ഓൾസോ. ബട്ട് അവരുടെ ഇടയിൽ ബെഞ്ചമിൻ ഗോത്രക്കാർക്കാണ് ഒരു ഇച്ചിര തലയെടുപ്പ്. എന്തെന്നാണ് ചോദിച്ചാൽ, ദിസ് ഈസ് ദ റോയൽ ട്രൈബ്. ഒരു രാജകീയ ഒരു ജാതിയാണ് ഈ ട്രൈബ്. കാരണം ഗോഡ് ഹാസ് എലക്റ്റഡ് സോൾ ആസ് ദ ഫസ്റ്റ് കിങ് ഫ്രം ദി ബെഞ്ചമിൻ ട്രൈബ്. അതുകൊണ്ട് അവർക്കെല്ലാം ഒരു പ്രത്യേക അഹങ്കാരമുണ്ട്. ഞങ്ങൾ ബെന്യാമിൻ ഗോത്രക്കാരനാണ് എന്ന് ഒരു പ്രത്യേകമായ ഒരു പദവിയുണ്ട്. ഇന്ത്യയിൽ ഇപ്പം ഉദാഹരണത്തിന് നെഹ്റു കുടുംബത്തിൽ ജനിച്ച ആളാന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗമയാണ് അല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ ബച്ചൻ ഫാമിലിയിൽ, ടാറ്റയുടെ ഫാമിലിയിലുള്ളതാണ്, റിലയൻസ് അംബാനിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ക്രെഡിറ്റാണ്. എന്നതുപോലെ ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവനാണെന്ന് പറഞ്ഞാൽ ആ ദേശത്തെ യഹൂദ ഗോത്രങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക പദവിയാണ്. സോ പോൾ വാസ് ബീൻ ഇൻ എ ബെഞ്ചമൈറ്റ് ട്രൈബ്. എന്നിട്ട് പറയാണ്, ഞാൻ എബ്രായനിൽ ജനിച്ച എബ്രായൻ, ഹീബ്രൂ ഓഫ് ഹീബ്രൂസ്. ദാറ്റ് മീൻസ് മൈ പേരൻസ് ആർ നോട്ട് മിക്സഡ് പേരൻസ്, ലൈക്ക് ഒരാൾ ഹീബ്രു ഒരാൾ മറ്റൊരു ജാതി. നോ, ഹി സേസ് മൈ ദ ബ്ലഡ് വിച്ച് ഫ്ലോസ് ഇൻ മീ is a blood of an Hebrew, because my mother and father both are coming from a Hebrew context or a Jewish context. So he claimed that I am a pure Jew. പിന്നെ പറയുന്നത് ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ഈ ന്യായപ്രമാണം അതുപോലെ ബൈഹാർട്ട് ചെയ്ത് ഉള്ളിൽ സംഗ്രഹിക്കുന്നവരെ പ്രത്യേക റെസ്പെക്ട്ഫുള്ളിയാണ് അവരെ കാണുന്നത്. കാരണം they by heart every laws and every portions of the law in their mind, in their hearts. ന്യായപ്രമാണം സംബന്ധിച്ച് ഈസ് ലൈക്ക് എ ഫാരസി. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ഹി ഈസ് എ ഫണറ്റിക്, എ കൈൻഡ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് വെരി സീൽ ഫോർ ഹിസ് ഓൺ പീപ്പിൾ. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചത് അതൊരു ക്രെഡിറ്റാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ ജാതിക്കെതിരെ ഉണ്ടായ വെല്ലുവിളികളെ പ്രതിരോധിച്ച വ്യക്തിയാണ്. ഇസ്രായേൽ സമൂഹം എപ്പോഴും they were under war, they were under threat, they were under such kind of various kinds of problems always they faced. So they were always living in a defensive mood. എപ്പോഴും അവരെ തന്നെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിത്വം വന്നപ്പോഴും അവരതിനെ പ്രതിരോധിക്കുക ചെയ്യുന്നത്. കാരണം ഇത് ഞങ്ങളുടെ സമൂഹത്തെ തകർക്കരുത്, ക്രിസ്ത്യാനികൾ വന്ന് ഞങ്ങളുടെ യഹൂദ മതത്തെ നശിപ്പിക്കരുത്. ബാബിലോണിയരും മേദ്യപേർഷ്യരും അശൂര്യരും ഒക്കെ വന്നതുപോലെ ഒരു ത്രെറ്റായിട്ടാണ് ക്രിസ്ത്യാനികളെ ഈ യഹൂദന്മാർ കണ്ടിരുന്നത്. അങ്ങനെ യഹൂദന്മാർ ഒരിക്കലും നശിക്കാൻ പാടില്ല. അപ്പോൾ സഭയെ മുടിച്ചുകൊണ്ട് തന്നെ യഹൂദ ഗോത്രത്തെ സംരക്ഷിക്കാൻ ചുമതല ഏറ്റെടുക്കുന്ന വ്യക്തിയായിരുന്നു ആര്? പൗലോസ്. സോ ഇറ്റ് വാസ് ഗിവൺ എ സാങ്ഷൻ, there was a sanction for Paul to destroy every churches, every people. സോ അതൊരു വലിയ പ്രൗഡായിട്ട് കാണുന്ന കാര്യമാണ് അവർ. ബിക്കോസ് ദേ ആർ ഡിഫെൻഡിങ് ദംസെൽഫ് ടു പ്രൊട്ടക്ട് ദെയർ ഓൺ റിലീജിയൻ. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, പ്രൈസ് ദി ലോർഡ്, ഹി ഈസ് റൈച്ചസ് which is in the light of the law and blameless. ന്യായപ്രമാണം വെച്ച് നോക്കിയാൽ ഒരു കുറ്റവും പൗലോസിൻ്റെ മേൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അത്രമാത്രം തികവുള്ള വ്യക്തി. സോ ദീസ് ആർ ദി അസറ്റ്സ് ദാറ്റ് പോൾ കുഡ് ക്ലെയിം. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇത്രമാത്രം അസറ്റുകൾ കൂടെ ഇരിക്കുമ്പോഴാണ് പൗലോസ് പറഞ്ഞത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഇതെല്ലാം. ടു ബി എ ജൂ, ടു ബി എൻ ഇസ്രായേലൈറ്റ്, ടു ബി എ പാരസി, ടു ബി എ പേഴ്സൺ ഹു ഈസ് വെൽ വേഴ്സ്ഡ് ഇൻ ദ ലോ, ബി എ പേഴ്സൺ ടു ബി കോൾഡ് ആസ് ദ പേഴ്സൺ കമ്മിങ് ഫ്രം എ ബെഞ്ചമിൻ ഫാമിലി. ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ലാഭമായിരുന്നു. ഇറ്റ് വാസ് സംതിങ്, എ റിയൽ ക്രെഡിറ്റ് ഫോർ മൈ ലൈഫ്. ഇറ്റ് വാസ് മൈ അസറ്റ്. ഇതെല്ലാം എനിക്ക് ലാഭമായിരുന്നു. എന്നാൽ ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. സോ ബീയിങ് എ നോർമൽ ക്രിസ്ത്യൻ ലൈഫ്, നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളും ആഗ്രഹിക്കേണ്ടത്, കർത്താവേ, ഞാൻ ഏത് കുടുംബത്തിൽ ജനിച്ചു, ഞാൻ ഏത് പദവി അലങ്കരിക്കുന്നു, എനിക്ക് എന്തൊക്കെ ഉണ്ട്, എൻ്റെ ചുറ്റുപാടുകൾ, എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ സമൂഹം, എൻ്റെ കുടുംബം, എൻ്റെ പശ്ചാത്തലം, എൻ്റേതായി ഞാൻ ക്ലെയിം ചെയ്യുന്നത് ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് സകലതും ഛേദമെന്ന് എണ്ണിക്കൊണ്ട്
എന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ എന്താണെന്ന് തികഞ്ഞ ബോധ്യത്തോട് തന്നെ ഇതെല്ലാം ഛേദമെന്നെണ്ണാനായിട്ട് കഴിയുന്നതാണ്. പ്രിയപ്പെട്ടവർ, ഇവരിയ്ക്കുന്ന പലരോടും ചോദിച്ചാൽ പറയും, ഒരു കാലത്ത് പട്ടക്കാരനെയും പ്രൈസ് ദി ലോർഡ് പള്ളിയെയും കൂട്ടത്തെയും ഒക്കെ വിട്ടിട്ട് പ്രൈസ് ദി ലോർഡ് എത്ര നല്ല കുടുംബ പേരുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോഴും ഇല്ലേ, വീട്ടുകാരുടെ നടുവിൽ, വീട്ടുകാരുടെ ചാർച്ചക്കാരുടെ നടുവിൽ നമ്മളെ ഒരു വിടക്കെന്ന് നോക്കുന്ന ഒരു നോട്ടമില്ലേ? പ്രൈസ് ദി ലോർഡ് കാതിലും കാതിലും കഴുത്തേലും ഒന്നും ആഭരണമൊന്നും ധരിക്കാതെ കല്യാണങ്ങളിലും മറ്റിടങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഒരുമാതിരി പുച്ഛത്തോടെ നോക്കുന്ന ഒരു നോട്ടം ആളുകളുടെയൊക്കെ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ നേരിടുമ്പോഴും ഇതൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ സ്വീകരിച്ച് നടന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്ന് എണ്ണിക്കൊണ്ട്, so because we count ourselves that this is ഇതൊരു ഗാർബേജ് ആണെന്ന്. പ്രൈസ് ദി ലോർഡ്. സോ the Paul was thinking about his own personal assessment. നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നാം ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ we should be very aware about what we have left. എന്താണ് നമ്മൾ കളഞ്ഞതെന്ന് ഓർത്ത് നമ്മളെപ്പോഴും അതിൽ ബോധവാന്മാരായിരിക്കണം. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബീങ് എ ക്രിസ്ത്യൻ. ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിലെ സുഖങ്ങൾ, എൻ്റെ ജീവിതത്തിലെ സൗകര്യങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. ആൻഡ് പൗലോസ് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഓൾസോ എ പ്രസൻറ്റ് അക്കൗണ്ടിങ്. ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസ് പറയുന്നത് എന്താണ്? ഐ കൗണ്ട് ഇറ്റ്. അടുത്ത 8ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ഷേനെ? മോർ ദാൻ ദാറ്റ് ഐ കൗണ്ട്. What is more, I consider everything a loss compared to the surpassing greatness of knowing Christ Jesus my Lord. Amen. For his sake I have lost all things. ഇത് ഇപ്പോഴും പൗലോസ് പറയുന്ന, മലയാളത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും സ്റ്റിൽ ടുഡേ ഞാൻ എന്ത് ചെയ്യുന്നു? ഛേദമെന്ന് എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ചു. പണ്ടൊക്കെ വേർപാടും വിശുദ്ധിക്കും വേണ്ടിയും പലതെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു. എന്നാൽ ഇന്നോ, വാട്ട് ഇറ്റ് വുഡ് ബി ടുഡേ? ആർ യു സ്റ്റിൽ കൗണ്ടിങ് ദോസ് തിങ്സ് ആസ് ഗാർബേജ്? പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് നമ്മുടെ കുടുംബ മഹിമയും കുടുംബശ്രേഷ്ഠതയും നമ്മുടെ പദവികളും നമ്മുടേതായ അവസ്ഥകളും നമ്മൾ ആഭരണം വിട്ടതും വേണ്ടാതെ വെച്ചതും എല്ലാം ഒരു കാലത്ത് ക്രിസ്തു നിമിത്തം നമ്മളത് ഛേദമെന്ന് എണ്ണിയെങ്കിൽ ഇന്ന് പ്രൈസ് ദി ലോർഡ്, ഹൗ യു കൗണ്ട് ഇറ്റ്? പൗലോസ് പറയാണ്, അയ്യോ അബദ്ധമായിപ്പോയി, വേണ്ടായിരുന്നു, നല്ല യഹൂദനായിട്ട് ജീവിക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നല്ല ന്യായപ്രമാണത്തിലൊക്കെ അറിവുള്ള ആളായിരുന്നു. കണ്ടില്ലേ, എന്നെ ഇപ്പം ഒരുമാതിരി പടയാളികൾ പിടിച്ച് ജയിലിലിടുന്നു. ഒരു റെസ്പെക്റ്റും ഇല്ലാതെ ജീവിതം ആകെ ദുസ്സഹമായി. പണ്ടായിരുന്നെങ്കിൽ ഇരട്ട പൗരത്വമുള്ള ആളായിരുന്നു. ഒരിക്കൽ പോലും തന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്തവൻ. ആ സഭയിൽ ഉന്നത സ്ഥാനം എന്ന് പറഞ്ഞാൽ അവരുടെ യഹൂദ ആലയത്തിൽ ഉന്നത സ്ഥാനം, വളരെ ഉന്നതമായ പരിഗണന ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. എന്നാൽ ക്രിസ്തു നിമിത്തം അത് ഛേദമെന്ന് കഴിയുമ്പോൾ പൗലോസ് ഇന്ന് വിചാരിക്കുകയാണ്, ദാറ്റ് പർട്ടിക്കുലർ മൊമെന്റിൽ അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചില്ല. സ്റ്റിൽ ടുഡേ ഐ ആം വെരി കോൺഫിഡന്റ് ആൻഡ് ഡിറ്റർമിൻഡ് ദാറ്റ് ഐ കൗണ്ട് ടുഡേ ഓൾസോ ദ സെയിം തിങ്. ഇന്നും ഞാൻ അത് തന്നെ അങ്ങനെ തന്നെ എണ്ണുന്നു. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു കാലത്തിൽ നമ്മൾ ഉപേക്ഷിച്ച പലതും ഇന്നും അത് ഉപേക്ഷിച്ച് തന്നെ നിൽക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടെങ്കിൽ, വേണ്ട എന്ന് വെച്ചത് വേണ്ട എന്ന് തന്നെ ഇന്നും നമ്മൾ കൗണ്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നെങ്കിൽ, ലോകത്തിൽ പലതും നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ പലതും നമ്മെ തിരികെ എടുക്കാനായിട്ട്, ഒരിക്കൽ ഉപേക്ഷിച്ചത് എടുക്കാനായിട്ട് നമ്മോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇല്ല, ക്രിസ്തു നിമിത്തം ഞാനത് ഛേദമെന്നെണ്ണി. ഇറ്റ് വാസ് എ ക്രെഡിറ്റ് ഫോർ മീ, ഇറ്റ് വാസ് എൻ അസറ്റ് ഫോർ മീ, ഐ നോ ദാറ്റ്, ബട്ട് സ്റ്റിൽ ടുഡേ ഐ കൗണ്ട് ഇറ്റ് ആസ് സംതിങ് ആസ് എ ഗാർബേജ്, ഛേദമെന്നെണ്ണുന്ന തക്കതിൽ റബ്ബിഷ്. ഐ കൗണ്ട് ഇറ്റ് ആസ് റബ്ബിഷ്. സോ അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠ. സോ he calculated his loss, that he had some personal assets, but he still count it as rubbish. And it also involves a precious acceptance. When he lost something, he counted something as, or he accepted something as. എന്താണ് താൻ അക്സെപ്റ്റ് ചെയ്തത്? ഒറ്റ കാര്യം,
Praise the Lord. When he lost his family credentials, his nature, his all things, but he took one thing as a precious thing, that is Christ. അവിടെ പറയുന്നത് കണ്ടില്ലേ, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ആരെയാണ് ഞാൻ എടുത്തത്? ക്രിസ്തുവിനെയാണ് എടുത്തത്. ഐ ലൂസ് എവറിത്തിങ്, എല്ലാം ഞാൻ ഉപേക്ഷിച്ചു, എന്നാൽ ഒന്ന് ഞാൻ സ്വീകരിച്ചു. ഇത്രയും സാധനങ്ങൾ, 8 കൂട്ടം കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചതിൻ്റെ പകരമായി ഒന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അത് ക്രിസ്തുവിനെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രായമുള്ള മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുത്തിയിട്ട് പലതും വേണ്ട എന്ന് വെച്ചിട്ട് ഒന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അതെൻ്റെ യേശുവിനെയാണ്. ഐ റിസീവ്ഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ മീ, ഫോർ മൈ പേഴ്സണൽ ലൈഫ്. That is the greatest and ever great asset that I have now. എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്, ഉണ്ടാകേണ്ടത് അസറ്റ് എന്ന് പറയുന്നത്, the Christ is with me. So the first thing, you must calculate your losses. നമ്മൾ നഷ്ടപ്പെടുത്തതിനെ കുറിച്ച് നമ്മൾക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. Second thing, പൗലോസ് പറയുകയാണ്, യു മസ്റ്റ് കോൺസെക്രേറ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? യു ഷുഡ് കോൺസെക്രേറ്റ് യുവർ ലൈഫ്. യു മസ്റ്റ് കോൺസെക്രേറ്റ്, നിങ്ങളെ തന്നെ, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിശുദ്ധമാക്കണം. എങ്ങനെയാണ് വിശുദ്ധമാക്കാനായിട്ട് കഴിയുന്നത്? അത് നമുക്ക് വായിക്കാം. 8-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ വീണ്ടും അവിടെ കാണുന്ന 1-2 കാര്യങ്ങൾ. യു ഷുഡ് കോൺസെക്രേറ്റ് യുവർ ലൈഫ് ബൈ, 8-ാമത്തെ വാക്യം വായിക്കും, അത്രയുമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നു. അവിടെ വായിക്കുന്ന ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, the very persistence in the consecrated life. That means Jesus Christ is the first in my life and I will allow nothing to come between me and him. അതുകൊണ്ട് ഇവിടെ പറയുന്നൊരു കാര്യം, ക്രിസ്തു യേശുവല്ലാതെ I am consecrating my life to Christ. I don't want to bring anything other than Christ. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഈസ് വെരി ഈസി ടു അലോ തിങ്സ് ടു ക്ലൗഡ് യുവർ വിഷൻ. നമ്മുടെ കാഴ്ചപ്പാടുകളെ മൂടാൻ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പലത് നമുക്ക് ഫാസിനേറ്റഡ് ആയിട്ട് തോന്നും, പലത് നമുക്ക് നല്ലതാണെന്ന് തോന്നും. ബട്ട് the persistence in our consecrated life it is only Jesus that I should elevate. It is only Jesus that I should exhibit. എൻ്റെ ജീവിതത്തിൽ യേശു അല്ലാതെ ഒന്നും വരാൻ പാടില്ല. So that is the persistence in the consecrated life. And also the pleasure. ഇവിടെ പറയുന്നത്, ഇതെല്ലാം ഛേദമെന്ന് എണ്ണിയിട്ട് പറയുന്ന കാര്യം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത, ദി എക്സലൻസി ഓഫ് ദ നോളജ് അബൌട്ട് ക്രൈസ്റ്റ്. സോ അതിലാണ് എനിക്ക് സന്തോഷം. എൻ്റെ ജീവിതത്തിലെ സന്തോഷം എനിക്ക് നല്ല ജോലി ലഭിച്ചതോ, നന്നായിട്ട് ജീവിക്കാൻ കഴിഞ്ഞതോ, എനിക്ക് നല്ല ഫാമിലി ലൈഫ് ലഭിച്ചതോ, എനിക്ക് നല്ല കുഞ്ഞുങ്ങളെ ദൈവം തന്നതോ, എനിക്ക് നല്ല സെറ്റിൽമെൻറ്റ് തന്നതോ, നല്ല വീട് തന്നതോ, നല്ല വാഹനം, അതെല്ലാം നമുക്ക് ഈ ലോകത്തിൽ ആവശ്യമാണ്. എന്നാൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, പ്ലഷർ ഇൻ എ കോൺസിഗ്രേറ്റഡ് ലൈഫ് ഇസ്, എൻ്റെ ഉള്ളിൽ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. the very excellency of the knowledge of Christ, that is something very very significant for me. എൻ്റെ പ്ലഷർ എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളോ എൻ്റെ ഭാഗ്യമായ കാര്യങ്ങൾ, ഓഫ് കോഴ്സ് ഇൻ എ ഫാമിലി, ഇൻ എ സർക്കംസ്റ്റാൻസസ്, ഇൻ എ കോണ്ടസ്റ്റ് ലൈക്ക് അവേഴ്സ്, വി നീഡ് ഓൾ ദീസ് തിങ്സ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ എൻ്റെ പരമപ്രധാനമായ ആനന്ദം എന്ന് പറയുന്നത്, ഐ റിസീവ്ഡ് ദി എക്സലൻസി ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയാണ് എൻ്റെ പ്ലഷർ, എൻ്റെ ആനന്ദം, എൻ്റെ സന്തോഷം. ഐ ആം വെരി ഹാപ്പി ദാറ്റ് ഐ നോ, എനിക്കറിയാം വാട്ട്, ആ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത. പ്രൈസ് ദി ലോർഡ്.
ഭോഷന്മാരായിരുന്ന നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഷുഡ് ബി പ്രൗഡ് ഓഫ്. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഷുഡ് take much of our pleasure, everything else. Praise the Lord. അപ്പോൾ പൗലോസ് പറയുകയാണ്, the consecration of my life is on the pleasure related to this consecrated life. What is that pleasure? അത് എനിക്ക് ക്രിസ്തുയേശുവിൻ്റെ പരിജ്ഞാനം, യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എൻ്റെ ഉള്ളിലുണ്ട്. Praise the Lord. And മാത്രമല്ല, the consecrated life should also pay off something. ചിലത് നമുക്ക് നൽകും. എന്താ? കാശല്ല ഇവിടെ തരുന്നത്. 9-ാമത്തെ വാക്യം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയാലല്ല, ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ. Praise the Lord. And may be found in him, not having righteousness of my own derived from the law, but which is through faith in Christ, the righteousness which comes from God on the basis of faith. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കർത്താവിന് വേണ്ടി നിലനിന്നത്, നമ്മൾ ഈ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചത്, നമ്മൾ ഈ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെച്ചത്, ഇറ്റ് വിൽ ബി പെയ്ഡ് ഓഫ്. അത് നമുക്ക് പേ തന്നെ ചെയ്യും. അത് ഒരു ഭൗതികമായിട്ട് ലഭിക്കുന്നതിനെക്കാട്ടിലപ്പുറമായി നമുക്കൊരു നീതി ലഭിച്ചിരിക്കുന്നു. നമുക്ക് വി ആർ ഡിക്ലെയർ, കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, വി ആർ ഡിക്ലെയർഡ് ആസ് റൈച്ചസ്, വി ആർ ഡിക്ലെയർഡ് ആസ് ജസ്റ്റിഫൈഡ്. നമ്മൾ നീതീകരിക്കപ്പെട്ടവനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് ദ പേയ്മെന്റ് ദാറ്റ് വി റിസീവ്. അപ്പോൾ സകലതും ഛേദമെന്ന് എണ്ണിയിട്ട് ഒന്ന് വെച്ചാൽ 2 ലഭിച്ചു എന്നതിനെക്കാട്ടിലപ്പുറമായി, ഒന്ന് കളഞ്ഞാൽ മറ്റൊന്ന് കേടിയ ഒരു ബിസിനസ് സ്ട്രാറ്റജിയിലല്ല ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഞാൻ സകലതും ഛേദമെന്നെണ്ണിയപ്പോൾ എനിക്ക് പകരം ലഭിച്ചത് ദ വെരി ജസ്റ്റിഫിക്കേഷൻ, ദ വെരി റൈച്ചസ്നെസ്. ഞാനൊരു പാപിയായിരുന്നു, ഞാൻ പാപത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. പാപത്തിൻ്റെ അന്ധകാരത്തിൽ ജീവിച്ച ഒരു പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നരകത്തിലേക്ക് പോകാൻ യോഗ്യപ്പെട്ട് അതിനുവേണ്ടി നിയമിക്കപ്പെട്ടിരുന്ന എന്നെ കർത്താവ് രക്ഷിച്ച് എന്നെ നീതിമാനാക്കി. ദാറ്റ് ഈസ് ദി പേയ്മെന്റ് ദാറ്റ് യു received when you denied the rubbishness of your life. നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെല്ലാം ഛേദമെന്നെണ്ണിയപ്പോൾ ലഭിച്ച ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് നമുക്ക് നിത്യതയോളം നിർത്തുന്ന, നിത്യതയോളം നമ്മെ എത്തിക്കുന്ന ദ ജസ്റ്റിഫൈഡ് ലൈഫ്, നീതീകരിക്കപ്പെട്ട നീതി ലഭിച്ചു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. Hallelujah. So the consecrated life, praise the Lord. About how to develop a normal Christian life, first thing you need to count your losses, and secondly you must consecrate your life. Consecrate in the persistence of knowing only Jesus, consecrating only on the pleasure of knowing the excellency of his knowledge, and consecrating your life by the payment received by God, that is the righteous life, നീതിയുടെ ജീവിതം. ഫൈനലി 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 3-ാമത്തെ കാര്യം, യു മസ്റ്റ് കോൺസെൻട്രേറ്റ് യുവർ ലോങ്ങിങ്സ്. ഇനി എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ എന്തായിരിക്കണം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആഗ്രഹങ്ങളെയും എന്ത് ചെയ്യണം? വിശുദ്ധമാക്കണം. എന്തൊക്കെയായിരിക്കണം ഒരു വിശ്വാസി, ഒരു സാധാരണ ക്രിസ്ത്യാനി, ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവൻ ആഗ്രഹിക്കേണ്ടത്? ദ ഫസ്റ്റ് കോൺസിക്രേറ്റഡ് ലൈഫ് ലോങ്സ് ഫോർ പേഴ്സണൽ എക്സ്പീരിയൻസ്. നമുക്കൊരു വ്യക്തിപരമായ ജീവിതം വേണം. മോസ്റ്റ് ഓഫ് ദി ടൈം വി മേ റിലേ മോർ ഓൺ ദി കോർപ്പറേറ്റ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചുള്ള ഒരു ക്രിസ്ത്യ ജീവിതം. മേ ബി the Christian life exhibited in the church, സഭയിൽ ഉണ്ടാകുന്ന ക്രിസ്ത്യ ജീവിതം, ദാറ്റ് ഈസ് എ കോർപ്പറേറ്റ് ക്രിസ്ത്യൻ ലൈഫ്. അവിടെ ഒരു പേഴ്സണൽ ക്രിസ്ത്യൻ ലൈഫ് വരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചേർന്ന് കരമടിച്ച് കൈയടിച്ച് പാട്ട് പാടുന്നു. ദാറ്റ് ഈസ് എ കോർപ്പറേറ്റ് ക്രിസ്ത്യൻ ലൈഫ്. ഇപ്പോൾ നമ്മൾ സൂമിൽ എല്ലാവരും ഇരുന്ന് വളരെ പക്വതയോടെ ഇരുന്ന് നമ്മളെല്ലാം കേട്ട് പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഈസ് എ കോർപ്പറേറ്റ് ലൈഫ്. ബട്ട് ഐ വുഡ് സേ everyone should manifest or experience a personal experience with God. Praise the Lord. അവിടെ പൗലോസ് പറയുന്ന വാക്ക് 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്,
പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 11-ാമത്തെ വാക്യം, 10 വായിച്ച് 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്. I need to experience something very personally. Praise the Lord. ഞാൻ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ്. തോമസ് യേശുവിനെ കാണാനായിട്ട് പ്രൈസ് ദി ലോർഡ് ആഗ്രഹിച്ച് എല്ലാവരും റൂമിനുള്ളിൽ മുറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് തോമസ് വന്നപ്പോൾ തോമസ് പറഞ്ഞു, ഞാൻ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ലെന്ന്. എന്നാൽ അവിടെ നിന്നവരൊക്കെ മനസ്സിലൊരു ഗ്രഡ്ജ് ഉണ്ടായി കാണും, ഈ തോമസിന് ഇപ്പോഴും എന്താ വിശ്വസിക്കാൻ കഴിയാത്തത്. എന്നാൽ തോമസ് പറഞ്ഞതാ ശരി, ഐ നീഡ് ടു എക്സ്പീരിയൻസ് ദ റിസൺ ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ നിങ്ങൾ കണ്ടത് ശരി, ഞാനത് വിശ്വസിക്കാൻ തയ്യാറല്ല. ഐ ഓൾസോ നീഡ് ദാറ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അങ്ങനെ ആഗ്രഹിച്ച തോമസിന് വേണ്ടി യേശു രണ്ടാമതും വന്നു കേട്ടോ. അവിടെ വന്നിട്ട് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്, അവിടെ വന്ന് യേശു ഉടനെ അവിടെ നിന്നവരെ ഒന്നും അഭിസംബോധന ചെയ്യുന്നതിനെക്കാട്ടിലുപരിയായി യേശു സംബോധന, തോമസേ യു കം ആൻഡ് ടച്ച് ഓൺ മൈ അപ്പാം, എൻ്റെ കരം തൊട്ട് സ്പർശിച്ച് നോക്കുക, എൻ്റെ വിലാപരത്ത് നീ കൈയിട്ട് നോക്കുക. സോ തോമസ് ഡിസയർ ടു ഹാഡ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ക്രൈസ്റ്റ്. ഇത് തന്നെയാണ് ദൈവസ്ഥനിൽ ക്രിസ്ത്യാനികളായി വിശുദ്ധർ ജീവിതം നയിക്കുന്ന നമുക്കും വേണ്ടത്. വി ഡോണ്ട് നീഡ് ടു റിലേറ്റ് ഓൺ സംബഡി എൽസ് എക്സ്പീരിയൻസ്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഡോണ്ട് റിലേ ഓൺ യുവർ പേരൻസ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ ക്രിസ്തീയ അനുഭവത്തിലല്ല നിങ്ങൾ റിലേ ചെയ്യേണ്ടത്. മാതാപിതാക്കൾ ബൈബിൾ വായിക്കടാന്ന് പറയുമ്പോൾ അല്ല നമ്മൾ ബൈബിൾ വായിക്കേണ്ടത്. മാതാപിതാക്കൾ സൺഡേ സ്കൂളിൽ പോടാന്ന് പറയുമ്പോൾ അല്ല നമ്മൾ പോകേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതെല്ലാം ഒരു കൈൻഡ് ഓഫ് ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ തന്നെ ഐ ആം ടു ബി റെഡി ടു എക്സ്പീരിയൻസ് ഗോഡ് ഇൻ എ വെരി പേഴ്സണൽ സെൻസ്. യേശുവിനെ എൻ്റെ ജീവിതത്തിൽ പേഴ്സണലായിട്ടൊന്ന് അനുഭവിക്കാനായിട്ട് കഴിയണം. പൗലോസ് പറയുന്നത്, you need a personal experience, and also you must consecrate. Your consecrated life should also long for the power of resurrection, the powerful experience. അവിടെ വായിക്കുന്നത്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും. The Jesus that we believe is resurrected, so we need to experience the power of the resurrected Christ. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ശക്തി നമ്മൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയണം. Praise the Lord. Hallelujah, hallelujah, hallelujah. യേശു ക്രിസ്തുവിനെ കുറിച്ച് പൗലോസിന് പല കാര്യങ്ങൾ കേട്ടറിവുണ്ട്. പൗലോസ് ഇത് പറയുമ്പോൾ, പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസിനോട് ചോദിക്കുമ്പോൾ പൗലോസിനോട് നമ്മൾ ചോദിക്കുക, പൗലോസെ മറ്റ് ശിഷ്യന്മാരെക്കാട്ടിൽ യു ആർ വെരി സക്സസ്ഫുൾ, യു വെർ വെരി പവർഫുൾ, യു വെർ മൈറ്റ്ലി യൂസ്ഡ് ബൈ ഗോഡ്. വൈ? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ഇറ്റ്? അപ്പോൾ പൗലോസ് പറയും, മറ്റ് ശിഷ്യന്മാരൊക്കെ ദേ ഫിസിക്കലി എക്സ്പീരിയൻസ്ഡ് ദി ജീസസ് വിത്ത് ദം. അവർക്ക് യേശുവോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു. എന്നാൽ എനിക്ക് യേശുവിനെ പേഴ്സണലി കാണാൻ പറ്റിയില്ല, നിർഭാഗ്യവശാൽ. ഐ കുഡ്ന്റ് സീ ജീസസ് ക്രൈസ്റ്റ് ഇൻ മൈ ലൈഫ് ടൈം പേഴ്സണലി, ബട്ട് ഐ കുഡ് എക്സ്പീരിയൻസ് ദ റിസറക്റ്റഡ് ജീസസ് ക്രൈസ്റ്റ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഹല്ലേലൂയ സംസാരിച്ച യേശു, ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ആ ശക്തി തന്നിൽ ഇന്നും ഇങ്ങനെ പവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നും തന്നിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തനിക്കൊരു കാര്യം പറയാൻ കഴിയും, ഐ എക്സ്പീരിയൻസ് ദി വെരി റിസറക്റ്റഡ് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് മേക്സ് മീ ടു ഡു ദ മിനിസ്ട്രി, ദാറ്റ് മേക്സ് മീ ടു മൂവ്, ദാറ്റ് മേക്സ് മീ ടു ഫേസ് ട്രയൽസ്, ദാറ്റ് മേക്സ് മീ ടു എൻഡ്യൂർ പെയിൻ ആൻഡ് എവരിതിങ്, ബിക്കോസ് ഐ എക്സ്പീരിയൻസ് ദി പവർ ഓഫ് ദ റിസറക്റ്റഡ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ശക്തി, പുനരുത്ഥാനത്തിൻ്റെ ശക്തി പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. പുനരുത്ഥാനത്തിൻ്റെ ശക്തി പ്രാപിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ക്ലേശങ്ങളോ ട്രയൽസോ ടെംപ്റ്റേഷൻസോ ഭാരമോ രോഗമോ ദുഃഖമോ ഒന്നും നമ്മെ അലട്ടത്തില്ല. ബിക്കോസ് വി എൻജോയ് എ പവർ ദാറ്റ് ഈസ് എ പവർ ഫ്രം ദ റിസറക്റ്റഡ് ജീസസ് ക്രൈസ്റ്റ്. സോ നമ്മുടെ ലോങ്ങിങ്, a consecrated Christian person should long for the powerful experience that is driven from the power of resurrection. ഉയർപ്പെഴുന്നേറ്റിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ പ്രാപിക്കാൻ ഇടയാകണം. ആൻഡ് ഓൾസോ
ഇവിടെ ഒരു കാര്യം, അത് വെരി ഡിഫിക്കൽട്ട്, ഐ ഫീൽ ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു കോംപ്രിഹെൻഡ്. 11-ാമത്തെ വാക്യം, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും. സോ ദ കോൺസിക്രേറ്റഡ് ലൈഫ് ലോങ്സ് ഫോർ എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഫ്രേസ് കോൾസ് എ റെഡിനെസ് to go all the way with Jesus, even to the point of death. Or it also gives a message that, praise God, in our Christian journey, അവിടെ എപ്പോഴും സക്സസ് മാത്രമല്ല, സക്സസ് ഒക്കെ നമുക്കുണ്ട്, എന്നാൽ ചില കഷ്ടങ്ങളും ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് പൗലോസ് ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. സോ അവർ മൈൻഡ് ഷുഡ് ലോങ് ദാറ്റ് നോ മാറ്റർ, യേശുവിനെ പിൻപറ്റേണ്ടതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ ലെറ്റ് മീ എൻഡോഴ്സ് ഇറ്റ്, എനിക്കത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് പറഞ്ഞ വാക്കുണ്ട്, പ്രൈസ് ദി ലോർഡ്. മോശയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, മിസ്രൈമ്യ നിക്ഷേപങ്ങളെക്കാട്ടിലും ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്നെണ്ണുവാൻ തന്നെ ദൈവം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഐ നോ ദാറ്റ് വുഡ് ബി വെരി ഡിഫിക്കൽട്ട് തിങ് ഫോർ അസ്, വേദന എടുക്കാനായിട്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ യു ഷുഡ് ബി പ്രിപ്പയർഡ്, ഷുഡ് ബി റെഡി ടു ടേക്ക് ഇൻ ടു കൺസിഡറിങ് that my life will be consecrated even though I travel through a painful situation. ഒരു വേദനാജനകമായ സാഹചര്യത്തിലൂടെ കടന്നാലും I will be consecrated, or my longings will be very strong. Praise the Lord. എന്നിട്ട് അവസാനം പറഞ്ഞു നിർത്തുന്നത്, I am consecrated to the very practical experience. അവിടെ പറയുന്നത് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട്, praise the Lord, I am being resembling with the death of ക്രൈസ്റ്റ്. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടാനായിട്ട്. എന്താണ് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്നത്? സ്നാനപ്പെടുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. സ്നാനത്തിങ്കിൽ എന്താ സംഭവിക്കുന്നത്? നാം ക്രിസ്തുയേശുവിൻ്റെ ഹല്ലേലൂയ മരണത്തോട് അനുരൂപപ്പെടുക. ദാറ്റ് മീൻസ് വി ആർ ഡിനൈങ് അവർ സിൻ. നമ്മുടെ പാപത്തെ നാം കുഴിച്ചിടുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ലോങ്ങിങ് എന്തായിരിക്കണം? ഓരോ നിമിഷവും പാപത്തെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കണം. ഓരോ നിമിഷവും നമ്മുടെ പാപം ഇങ്ങനെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കണം. പാപത്തെ കൊന്നുകൊണ്ടിരിക്കണം, പാപത്തെ അടക്കിക്കൊണ്ടിരിക്കണം. അതാണ് പറയുന്നത്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട്. സ്നാനത്തിങ്കിൽ ഹല്ലേലൂയ റോമാലേഖനത്തിൽ വായിക്കുന്ന, സ്നാനപ്പെടുമ്പോൾ നാം അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഓരോ നിമിഷവും നാം നമ്മുടെ പാപത്തെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ദി കോൺസിക്രേറ്റഡ് ലൈഫ്, ഓർ ദാറ്റ് ഈസ് ദ ലോങ്ങിങ്സ് ഓഫ് അവർ കോൺസിക്രേറ്റഡ് ലൈഫ്. വിശുദ്ധ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് വാസ്തവത്തിൽ പൗലോസ് പറയുന്നത്, പ്രൈസ് ഓഫ് ദിസ് ഈസ് ദി മോഡൽ ഓഫ് എ റിയൽ നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. വി വർ തിങ്കിങ് ഓൺ ഹൗ ടു ഡെവലപ്പ് എ നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. അതിന് വേണ്ട ഒന്നാമത്തെ കാര്യം, യു മസ്റ്റ് കാൽക്കുലേറ്റ് യുവർ ലോസസ്. നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് എന്ത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ്, ഐ നോ ദ പേഴ്സണൽ അസറ്റ് ദാറ്റ് ഐ ഹാഡ്, ബട്ട് ഐ ഓൾസോ സ്റ്റിൽ കൗണ്ട് ദാറ്റ് ആസ് റബിഷ്, and I consider Christ as my precious acceptance. And secondly, പൗലോസ് പറയുന്നത്, I must consecrate your life. You must consecrate നിന്റെ ജീവിതം വിശുദ്ധമാക്കപ്പെടണം. എങ്ങനെയൊക്കെ വിശുദ്ധമാക്കപ്പെടണം? Praise the Lord, by having a persistence in the Christian life, that only Jesus, യേശു മാത്രം, and also taking the pleasure in the consecrated life, that I am being pleasured by knowing the excellency of his knowledge, and I am also paid off the righteousness. അതാണ് എൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്. ആൻഡ് മൈ ലോങ്ങിങ്സ് ആർ ഫോർ എ പേഴ്സണൽ ലൈഫ്. അവനോട് അനുരൂപപ്പെട്ട അവനെ അനുഭവിച്ചറിയുന്നതിന്, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അറിയുന്നതിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മയോട് അനുരൂപപ്പെടേണ്ടതിന്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കേൾക്കപ്പെട്ടതായ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാമല്ലോ. ഈ പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.